ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ലെമൺ റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ്. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായ ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ശേഷം ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ കുറച്ച് നട്ട്സ്, കപ്പലണ്ടി, ഉണക്കമുന്തിരി, ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് വേഗം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി ഒരു കളർ ചേഞ്ച് ആവുന്നോടം വരെ വഴറ്റിയെടുക്കണം. ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. കരിഞ്ഞു പോവാതെ നോക്കണം. ഇതിന് ശേഷം വേവിച്ച് വെച്ച ചോറ് ഉപ്പിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ സെപ്പറേറ്റാണ് വേവിച്ചെടുക്കാറ്. ഉപ്പിട്ട് വേവിച്ച് ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുത്ത ചോറാണ്. എന്നിട്ട് ഫാനിൻ്റെ താഴെ വെച്ച് അതിൻ്റെ ചൂടൊക്കെ കളഞ്ഞ് തണുപ്പിച്ചെടുത്തതാണ്. അല്ലെങ്കിൽ അത് ഇരുന്ന് വെന്ത് പോകും. ഈ ചോറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഫാനിൻ്റെ താഴെയൊക്കെ കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കട്ട കൂടിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു വലിയ ചെറുനാരങ്ങ നീര് ഒഴിക്കണം. ഒഴിച്ച് നന്നായിട്ട് നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിനൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഞാൻ 3 പേർക്കുള്ള ചോറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അളവ് പറഞ്ഞത് കേട്ടോ. കൂടുതൽ ചോറ് എടുക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും ഓരോന്ന് എടുക്കുന്നതിൽ. അപ്പോൾ നമ്മുടെ ഈ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ചൂടോടുകൂടി അപ്പോൾ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു കയ്പ്പ് രസം തോന്നും. അതുകൊണ്ടാണ് 5 മിനിറ്റ് അടച്ച് വെച്ച് അതിൻ്റെ ഒരു ചൂടൊക്കെ മാറിയ ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കയ്പ്പ് രസം കിട്ടില്ല. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യണേ. കൂടെ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ ബൈ.